എൻ്റെ കർത്താവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എൻ്റെ കർത്താവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. വ്യാകുല ചിന്തയിലാകുലനായിടുമ്പോൾ, ആശയറ്റു തളർന്നിടുമ്പോൾ, വ്യാകുല ചിന്തയിലാകുലനായിടുമ്പോൾ, ആശയറ്റു തളർന്നിടുമ്പോൾ, വ്യാകുലം മാറ്റും ആശ്വാസം നൽകും എൻ്റെ യേശു മതിയായവൻ. വ്യാകുലം മാറ്റും ആശ്വാസം നൽകും എൻ്റെ യേശു മതിയായവൻ. എൻ്റെ യേശു മതിയായവൻ, എൻ്റെ യേശു മതിയായവൻ. എൻ്റെ കർത്താവേ എൻ ദൈവമേ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ ധ്യാനത്തോടനുബന്ധിച്ച് എബ്രായർ 2:18 നിന്ന് ക്രൂശിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകമെങ്ങും ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രതീകമത്രേ കുരിശ്. ദൈവശക്തിയാകുന്ന സുവിശേഷത്തിന്റെ പരമപ്രധാനമായ മാധ്യമമാണ് കുരിശ്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനായിരുന്നു പുരാതന കാലങ്ങളിൽ കുരിശ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ആ കുരിശാണ് ലോകം നൽകിയത്. ക്രിസ്തുവിന് കുരിശ് ലഭിച്ച നാൾ മുതൽ ജീവനുള്ള പുതുവഴിയായി കുരിശ് പരിണമിക്കപ്പെട്ടു. സമാഗമന കൂടാരത്തിൽ ദൈവസന്നിധി എന്ന അതിവിശുദ്ധ സ്ഥലത്ത് കാഴ്ചയിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ഒരു തിരശീല ഉണ്ടായിരുന്നു. ആ തിരശീലയെ യേശുവിന്റെ ശരീരത്തിനോടാണ് സാമ്യപ്പെടുത്തിയിരുന്നത്. തിരശീല കുരിശിൽ വെച്ച് നടുവെ പിളർന്നപ്പോൾ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ആരാധിക്കുന്ന എല്ലാവരുടെയും അവകാശമായി തീർന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് തുറക്കപ്പെട്ട ഒരു പുതിയ വഴിയായി കുരിശ് രൂപാന്തരപ്പെട്ടു. കുരിശ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ നാം സഹിക്കുന്ന കഷ്ടതയിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും ആശ്വസിപ്പിക്കാൻ നമ്മെ ശക്തരാക്കുന്നു. ഈ കഴിവ് നമുക്ക് കുരിശിലൂടെ ഇറങ്ങുന്നതിലാണ് ലഭിക്കുന്നത്. എബ്രായർ 2:18 ക്രിസ്തുവിന്റെ കഷ്ടതകളെ പരാമർശിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ പരീക്ഷകനായി അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു. കഷ്ടതയിൽ ലഭിക്കുന്ന ആശ്വാസം നമുക്ക് ധൈര്യവും സന്തോഷവും നൽകുന്നു. ഉത്തമ മനസാക്ഷിയോടുകൂടി കുരിശിൽ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ക്രിസ്ത്യാനിയുടെ പദവിയാണ്. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു വശത്ത് പാപത്തിനെതിരായുള്ള ദൈവത്തിന്റെ ക്രോധവും ന്യായവിധിയും, മറുവശത്ത് പാപികളായ നമ്മോടുള്ള അവന്റെ മഹാസ്നേഹവും ക്രൂശിൽ വെളിപ്പെടുത്തുന്നു. കുരിശ് പാപകരമായ ശരീരത്തിന്റെ
ദുർവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. പാപം കൊണ്ടും ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ടും നമ്മൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ സകല പാപങ്ങളും ക്രൂശിലൂടെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. കുരിശ് യാതനകളുടെ സഹനത്തിന്റെ പ്രതീകമാണ്. കുരിശ് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കഷ്ടതയുടെ അടയാളമാണ്. ഈ കുരിശിനെയാണ് ചിലർ ആരാധിക്കുന്നത്. എന്നാൽ ക്രൂശിൽ മരിച്ച യേശുവിനെയാണ് നാം ആരാധിക്കേണ്ടത്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പാപത്തിന്റെയും പിശാചിന്റെയും മേൽ യേശു കൈവരിച്ച വിജയത്തിന്റെ മകുടമാണ് കുരിശ്. ആ കുരിശിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ള പുതിയ വഴി പ്രകാശമായി അതിശക്തിയോടെ പ്രവർത്തിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യേശുനാഥൻ സഹായിക്കട്ടെ. എൻ്റെ കർത്താവേ,